ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. സ്നേഹക്കൂട്ടിന്റെ കഥ ഇപ്പോൾ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകുവാണ്. പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം കാത്തിരുന്നതാണ് പല്ലവി തന്റെ നിരപരാധിത്വം. പല്ലവി എന്തിനാണ് ഇങ്ങനൊരു കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്, താൻ അനുഭവിച്ച വേദനകൾ എന്തൊക്കെയാണ് എന്ന് കോടതിയെ ബോധിപ്പിക്കുക. ആ ഒരു കാര്യം പല്ലവി കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി കാണേണ്ടത് ഇന്ദ്രന്റെ ഭാഗം വിജയിക്കുമോ അതോ പല്ലവിയുടെ ഭാഗമായിരിക്കുമോ വിജയിക്കാൻ പോകുന്നത്. കേസ് ഏത് വഴിയിലൂടെ ആയിരിക്കും ഇനി കടന്നു പോവുക. പല്ലവി ആഗ്രഹിച്ചതുപോലെ തന്റെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നിറയുമോ അതോ വലിയ പ്രശ്നങ്ങളായിരിക്കുമോ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പല്ലവി കൃത്യസമയത്ത് തന്നെ കോടതിയിലെത്തി. എന്നിട്ട് തന്റെ ഭാഗത്ത് ഉണ്ടായ സംഭവങ്ങൾ എന്താണ്, താൻ എന്താണ് ഇന്ദ്രനിൽ നിന്ന് അനുഭവിച്ചത്, ഇന്ദ്രൻ എന്തൊക്കെ വേദനകളാണ് തനിക്ക് തന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പല്ലവി കോടതിയെ ബോധിപ്പിച്ചു. അങ്ങനെ ബോധിപ്പിക്കുന്ന സമയത്തും പല്ലവി പറഞ്ഞത്, ഞാൻ വിവാഹം കഴിഞ്ഞ് ചെന്നതിന് ശേഷം എന്നോട് ഒരുപാട് ക്രൂരതകളാണ് ഇന്ദ്രൻ ചെയ്തത്. അതുകൊണ്ട് തനിക്ക് ഇനി ഇന്ദ്രനോടൊപ്പം ജീവിക്കാൻ പറ്റത്തില്ല. എനിക്ക് ദയവ് ചെയ്ത് കോടതി ഡിവോഴ്സ് അനുവദിക്കണമെന്ന് പല്ലവി പറഞ്ഞപ്പോൾ അതിനെതിരെ കാട്ടൂരാൻ വക്കീൽ എതിർത്ത് സംസാരിച്ചു. കാട്ടൂരാൻ വക്കീൽ പറഞ്ഞത്, ഒരു നിയമവ്യവസ്ഥയിൽ പല്ലവിയും ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ പോലും തികച്ച് ഒരുമിച്ച് നിന്നിട്ടില്ല, ഒരുമിച്ച് ജീവിച്ചിട്ടില്ല. ഇവിടെ സാധാരണ ഇപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞോ അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടോ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒരു മണിക്കൂർ പോലും തികച്ചും ഒരുമിച്ച് താമസിക്കാത്ത ഇന്ദ്രനും പല്ലവിയും എങ്ങനെയാണ് തനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ഈ ഒരു തീരുമാനത്തിൽ എത്തിയത്? അങ്ങനെ പറ്റത്തില്ല. കുറച്ച് ദിവസമെങ്കിലും പല്ലവിയും ഇന്ദ്രനും ഒരുമിച്ച് ജീവിക്കണം. ജീവിച്ചതിന് ശേഷവും പല്ലവിക്ക് ഒത്തുപോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ മാത്രം കോടതി ഡിവോഴ്സ് അനുവദിക്കുക. അല്ലാതെ പല്ലവിയുടെ വാക്കുകൾ കേട്ടിട്ട് മാത്രം ഡിവോഴ്സ് അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കാട്ടൂരൻ വക്കീൽ പറയുമ്പോഴും കാട്ടൂരൻ വക്കീൽ ചൂണ്ടിക്കാണിച്ച ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ, ഒരു മണിക്കൂർ പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലാത്ത പല്ലവിയും ഇന്ദ്രനും ഒത്തുപോകത്തില്ല എന്ന് എങ്ങനെയാണ് പല്ലവി പറയുന്നത്? ആ ഒരു ചോദ്യമായിരുന്നു കാട്ടൂരാൻ വക്കീലെ എടുത്തു പറഞ്ഞത്. അപ്പോൾ അവിടെ ഊർമിളയ്ക്കോ ഒന്നും പറയാൻ പറ്റത്തില്ല. അയാൾ ചോദിച്ചത് ശരിയാണ്. അതിനെതിരെ പല്ലവി വേണ്ട, ഇന്ദ്രനെ വേണ്ട എന്ന് വെക്കണമെന്നുണ്ടെങ്കിൽ പല്ലവി തന്നെ അതിന് ഉത്തരം പറയണം. ഇന്ദ്രൻ വിചാരിച്ചു ഈ ഒരു ചോദ്യത്തില് കോടതി പല്ലവിക്ക് ആ ഒരു ജാമ്യം അനുവദിക്കത്തില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ ഇന്ദ്രൻ ചിന്തിച്ചു. പക്ഷെ പല്ലവി പറഞ്ഞത്, ഒരു മിനിറ്റ് പോലും സമാധാനം കിട്ടത്തില്ല, സന്തോഷം കിട്ടത്തില്ല, ഒരു നിമിഷം പോലും ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഒരു മണിക്കൂറോ മാസങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ ഒരു 5 മിനിറ്റ് അയാൾക്കൊപ്പം ഇരിക്കുമ്പോൾ അയാളുടെ സ്വഭാവം എന്താണ്, പെരുമാറ്റം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാക്സിമം ഒഴിഞ്ഞു പോകുന്നതാണ് നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അയാളുടെ അടിമയായിട്ട്, ഇന്ദ്രന്റെ അടിമയായിട്ട് ജീവിക്കാൻ തനിക്ക് പറ്റത്തില്ല. ഒരു സ്ത്രീക്കെന്നല്ല എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മളെ എന്ത് രീതിയിൽ ജീവിക്കണം എന്ന് ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മളാണ്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ മതി, എനിക്കിതൊന്നും ഇഷ്ടമല്ല എന്ന് പറയുവാണെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. അത് ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ ചെയ്യാവൂ, ഭർത്താവ് പറയുന്ന കാര്യങ്ങളെ അങ്ങോട്ട് നടക്കാവൂ, ഇങ്ങോട്ട് നടക്കാവൂ, അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതെനിക്ക് ഇന്ദ്രനിൽ നിന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇന്ദ്രന്റെ ഭാര്യയായിട്ട് തുടരാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ നിൽക്കുന്നത് കോടതിയുടെ മുന്നിൽ നീതിക്ക് വേണ്ടിയിട്ട് ഞാൻ യാചിക്കുന്നത് എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ വേദന അനുഭവിക്കുന്നുണ്ടാകുമായിരിക്കാം. ഒരുപാട് സ്ത്രീകൾ വേദന അനുഭവിച്ചിട്ടും ഒന്ന് തുറന്നു പറയാൻ പറ്റാതെ, ഒന്ന് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ നിൽക്കുന്ന, ധൈര്യമില്ലാതെ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരിക്കും. അവരുടെ ഒരു പ്രതിനിധിയാണ് ഞാൻ. എനിക്ക് ഇത് സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വേദനിക്കുന്ന ഒരുപാട് സ്ത്രീകൾക്ക് ഇത് സാധിക്കും എന്ന് അവർക്ക് തന്നെ തോന്നും. അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ടായി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കോടതി ദയവ് ചെയ്ത് എനിക്ക് ജാമ്യം അനുവദിച്ചു തരണം, ദയവ് ചെയ്ത് എനിക്ക് ജാമ്യം തരണമെന്ന് തീർത്തും
പല്ലവി കോടതിയോട് പറഞ്ഞു എനിക്ക് ദയവ് ചെയ്ത് എനിക്ക് ജാമ്യം നൽകണം, എനിക്ക് ഒരിക്കലും ഇന്ദ്രന്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല. അഥവാ ഞാൻ ഇന്ദ്രന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ മരിച്ചു എന്ന വാർത്തയായിരിക്കും കേൾക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കോടതിക്ക് എന്താണ് പല്ലവിയുടെ വേദന, എന്താണ് ഇന്ദ്രനിൽ നിന്നും താൻ അനുഭവിച്ച വേദനകളെന്ന് കോടതിക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആ പല്ലവിയുടെ ഭാഗം വിശദീകരിക്കാനായിട്ട് സാധിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു കേസിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ഇനി ഒരു ദിവസം ഇന്ദ്രന്റെ ഭാഗവും കൂടി കേൾക്കാനായിട്ട് കോടതി തയ്യാറാവും. അങ്ങനെ ഇന്ദ്രന്റെ ഭാഗവും കൂടി കേട്ടതിന് ശേഷം മാത്രമേ വിധി വരത്തുള്ളൂ. എന്തായാലും തന്റെ ഭാഗം വിജയിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് സേതുവും പല്ലവിയും പുറത്തോട്ട് പോകുന്നത്. അപ്പോഴും ഇന്ദ്രൻ വീണ്ടും ഭീഷണിയുമായിട്ട് വന്നു. ഞാൻ പറഞ്ഞിട്ട് പോലും, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് പോലും നിനക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ലല്ലേ, നീ എന്തായാലും ഇതിനെ അനുഭവിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ആ സമയത്ത് പേടി ഉണ്ടായിരുന്നു, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ധൈര്യം തരാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും എന്തും ഫേസ് ചെയ്യാനായിട്ട് തയ്യാറായി തന്നെ ആണ് ഞാൻ നിൽക്കുന്നത്. എന്ത് വന്നാലും ഞാൻ നോക്കും, എന്ത് വന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞാൻ എന്തും നേരിടാനായിട്ട് കരുത്തുറ്റയായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവി പുറത്തോട്ട് പോകുവാണ്. ഈ സമയത്ത് സേതുവും പറഞ്ഞു, ഇന്ദ്രൻ പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, പല്ലവി എന്റേതാണ്, പല്ലവി എന്റെ ഭാര്യയാണെന്ന്. എന്നാൽ അത് അല്ല, പല്ലവി ഇനി എന്റേതായിരിക്കും, നിന്റെ ഭാര്യയായിട്ട് ഇനി പല്ലവി ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതിന് ശേഷം പോകുമ്പോഴും പല്ലവിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ദൈവമേ, ഇന്ദ്രനോട് ഞാൻ വെല്ലുവിളിച്ചെങ്കിൽ പോലും ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ തിരികെ പോയി ഊർമിളയെ കണ്ടു, ഊർമിളയോട് സംസാരിച്ചു. അപ്പോൾ ഊർമിളയും പറഞ്ഞത് പേടിക്കേണ്ട, കേസിന് നമ്മൾ ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ രീതിയിൽ ഇന്ദ്രനെ രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ പല്ലവി എല്ലാ കാര്യങ്ങളും അവിടെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പല്ലവിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ പല്ലവിയും സേതുവും ഇപ്പോൾ ഹാപ്പിയാണ്. തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഇനി വിധി എന്താണെന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് അവര്. ഈ സമയത്ത് മറ്റൊരു കള്ളവും കൂടി പുറത്താകാൻ വേണ്ടിയിട്ട് പോകുകയാണ്. രാജലക്ഷ്മി ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര ചതിയായിരുന്നു. പാറുവിനോട് ചെയ്തുകൊണ്ടിരുന്നത്, പാറുവിനെ അവിടെ കിടന്ന് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനും രാജലക്ഷ്മിയും കൂടി കളിച്ച ഒരു നാടകമാണ്. പക്ഷേ ഭയങ്കരമായിട്ട് വിശപ്പ് സഹിക്കാൻ പറ്റാതായപ്പോൾ ആരുമില്ല എന്ന് നോക്കിയെല്ലാം ആരുമില്ല എന്ന് തിട്ടപ്പെടുത്തി രാജലക്ഷ്മി പതുക്കെ അടുക്കളയിൽ പോയി ആഹാരം എടുത്ത് കഴിക്കാനായിട്ട് കുറച്ച് ഭക്ഷണം എടുത്ത് നടന്ന് സോഫയിൽ വന്നിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാറു കണ്ടു. അപ്പോൾ പാറുവിന് മനസ്സിലായി രാജലക്ഷ്മി എന്തൊക്കെയോ കള്ളങ്ങൾ കാണിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, അമ്മ എന്നെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് എൻ്റെ മുന്നിൽ അഭിനയിച്ചതാണെന്ന് മനസ്സിലാക്കിയ പാറുവും വിശ്വജിത്തും രാജലക്ഷ്മിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും രാജലക്ഷ്മിയെ കൊണ്ട് തന്നെ തനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുവാണ്. അതിന് പുതിയ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ കേസ് താൻ തോറ്റുപോകുമോ എന്നുള്ളൊരു പേടിയും ഇന്ദ്രനുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും പല്ലവിയുടെ ഭാഗം വിശദീകരിക്കാനായിട്ട് പല്ലവിക്ക് സാധിച്ചു. എല്ലാ സ്ത്രീകളുടെയും ഒരു പ്രതിനിധിയായിട്ട് തന്നെയാണ് പല്ലവി അവിടെ വന്ന് നിന്ന് കോടതിയിൽ തന്റെ വേദനകൾ പങ്കുവച്ചത്. അതുകൊണ്ട് തന്നെ പല്ലവി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇനി എന്തായിരിക്കും വിധി വരാൻ പോകുക, ആര് ജയിക്കും ആര് തോക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.